ഈ ശശി തരൂർ വലിയ വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നത് അത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഒരു കാരണവശാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിനെ ബാധിക്കില്ല. മാത്രമല്ല അതൊരു ചർച്ച നീട്ടിക്കൊണ്ടുപോകേണ്ടതെന്ന് തന്നെയാണ് പാർട്ടി എടുത്തിട്ടുള്ള സ്റ്റാൻഡ്. ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാരണവശാലും കേരളത്തിൽ മൂന്നാമത് ഒരു LDF സർക്കാർ ഉണ്ടാവില്ല. UDF നല്ല വിജയസാധ്യതയുണ്ട്. ആ വിജയസാധ്യതയെ ഇതൊന്നും ബാധിക്കില്ല. അതുകൊണ്ട് ആ കാര്യം ഉറപ്പാണ്. മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളതിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം ഈ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ ഒരുപാട് കാണുകയും അനുഭവിക്കുകയും ചെയ്ത ജനത ഇനി ഒരു കാരണവശാലും അവർക്ക് വോട്ട് ചെയ്യില്ല. ശശി തരൂരിനെ അവഗണിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിനോ മറ്റോ അങ്ങനെ ഏതെങ്കിലും ഇതുണ്ടോ? ഇതെല്ലാം ഊഹാപോഹങ്ങളാണ്. അങ്ങനത്തെ യാതൊരു നിർദ്ദേശവും ഇല്ല. അദ്ദേഹം ഞങ്ങളുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. കേരളത്തിലെ 18 UDF MP-മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം പാർട്ടി അഖിലേന്ത്യാ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും നൽകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് വേണ്ട പരിഗണന കിട്ടുന്നില്ല, തനിക്ക് മറ്റു ജോലികൾ അറിയാമെന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ രൂക്ഷമായ തരത്തിലാണ് ആ പ്രതികരണം വരുന്നത്. മറ്റു ജോലികൾ എന്നുള്ളതിന് അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്. അതായത് എഴുത്തും വായനയും, അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രഭാഷണങ്ങൾ, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന ഒരു സൂചന പോലും അദ്ദേഹത്തിന്. പക്ഷേ അത് കോൺഗ്രസ് പാർട്ടിയിൽ അവസരം ലഭിക്കാത്തതുകൊണ്ടല്ലേ ഇല്ല എഴുത്തും വായനയിലേക്ക് കടക്കേണ്ടി വരുന്നത്? അങ്ങനെ ഒരു ചോദ്യം. അതിനെക്കുറിച്ച് ഒരു ഡിബേറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. അതൊക്കെ പാർട്ടി വേദിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊരു പൊതു ഡിബേറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് ഇടതുപക്ഷക്കാരോട് പറയാനുണ്ട്. ഞങ്ങളുടെ പാർട്ടി കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് നേതൃത്വം ഉണ്ടായി, ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങളുടെ ആളുകളെ സനാഥരാക്കാൻ നോക്കണ്ട. സ്വന്തം പാർട്ടി ഒരു പുരുഷായുസ് മുഴുവൻ ഈ CPM-ന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നവർക്ക് ഞങ്ങളുടെ ആളുകളെ സനാഥരാക്കേണ്ട ജോലി ഏറ്റെടുക്കേണ്ട. അവരവരുടെ കാര്യം നോക്കിയാൽ മതി. കോൺഗ്രസിൻ്റെ കാര്യം നോക്കാൻ കോൺഗ്രസിനറിയാം. ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ ആയിരിക്കും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസിന് ഒരു കാലത്തും പതിവില്ല. കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും പാർട്ടിയെ നയിച്ച കാലത്ത് എല്ലാവർക്കും അറിയുന്ന ആരാ മുഖ്യമന്ത്രി. പക്ഷെ അന്ന് പോലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ ശൈലിയല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം അല്ല നടക്കുക. UDF-നെ വിജയിപ്പിക്കുക എന്നുള്ള ആ പ്രചരണത്തിലൂന്നിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക. K മുരളീധരനാണ് 24-നോടൊപ്പം ചേർന്ന്. അദ്ദേഹം തീർച്ചയായും തരൂരിന് അർഹമായ പരിഗണന നൽകുമെന്നാണ് പറയുന്നത്. ക്യാമറമാൻ സജീവിനൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം.